അതായത് കീമോ ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ മുടി പോയിട്ടില്ലേ എന്ന് ആൾക്കാർ ചോദിക്കും. ചോദിച്ചു കഴിഞ്ഞാൽ അത് കള്ളങ്ങൾ പൊളിയുന്നതിന് മുമ്പേ ഇത് വെപ്പുകൂടിയാന്ന് പറയാൻ വേണ്ടിയിട്ടല്ലേ അത് വെച്ചിരിക്കുന്നത്. അല്ലെ, എനിക്കറിയില്ല, നിങ്ങൾ പറഞ്ഞോ. പക്ഷേ രേണുസുധീൻ്റെ അടുക്ക വരുന്ന ജനങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ, അതായത് ജലദോഷം വന്നിട്ട് ആശുപത്രിയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഞാൻ രേണുവിൻ്റെ അടുത്ത് കയറി എന്ന് ഒരു സ്ത്രീ പറയുന്നുണ്ട്. ബിഗ് ബോസ് താരമാണ്, കൂട്ടത്തോടുകൂടി ബിഗ് ബോസ് താരങ്ങൾ വരുന്നു, ഫോട്ടോ എടുക്കുന്നു, ഇന്റർവ്യൂ ചെയ്യുന്നു. അപ്പൊ ഇതിന്റെയൊക്കെ പുറകില് നല്ല രീതിയിലുള്ള കാശ് അടിച്ചു മാറ്റേണ്ട ഒരു സംഭവം ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് രേണുസുധിയോട് ഒരു ദേഷ്യവുമില്ല, ഒരു പ്രശ്നവുമില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്. അവർ കാണിക്കുന്ന മുഴുവൻ എന്ന് പറഞ്ഞാൽ ശരിയാണ്, അല്ലെങ്കിൽ അവർ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ കാണിക്കുമ്പോഴേ ഒരുപാട് പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അവരുടെയൊക്കെ സാമ്പത്തിക അവസ്ഥകൾ എന്ന് പറഞ്ഞാൽ വളരെ മോശം തന്നെയാണ്. അപ്പോഴാണ് രേണുവിൻ്റെ ഈ പ്രഹസനങ്ങളൊക്കെ വരുന്നത്. അതായത് ഈ രോഗം വലിയൊരു സംഭവമൊന്നുമല്ല, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം തന്നെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയാണ് എന്നുള്ള തരത്തിൽ. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കുന്ന, എൻ്റെ പൊന്നി ഏട്ടാ, ഞങ്ങളൊന്ന് എഴുന്നേറ്റ് നടക്കാൻ കഴിയാതെ ഇരിക്കുകയാ എന്ന് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില ആൾക്കാർ പറയുന്നത്, രേണു പറയുന്നത് എന്താ, ഒരു കീമോയ്ക്കും എനിക്ക് 2 ലക്ഷം രൂപയാകും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട്, എൻ്റെ പൊന്നി ഏട്ടാ, അത്രയൊന്നും ആയിട്ടില്ല, എനിക്ക് ഇത്ര പൈസയാണ് ആയത് എന്ന് ചില ആൾക്കാർ വിളിച്ചു പറയുന്നു. അതുപോലെ തന്നെ ചില ആൾക്കാർ കമൻറ്റ് ബോക്സിൽ എഴുതുന്നത്. ഇന്നിപ്പോഴൊരു കമൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. അതായത് എൻ്റെ അമ്മയ്ക്കും സെയിം അസുഖമായിരുന്നു, കീമോയും റേഡിയേഷനും മെഡിക്കൽ കോളേജിലാണ് ചെയ്തത്, അതുകൊണ്ട് 10,000 രൂപയിൽ താഴെ ആകുന്നുള്ളൂ ഒരു കീമോയ്ക്ക്, അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു കമൻറ്റ് കണ്ടു. അതുമാത്രവുമല്ല, ഇവർ ചികിത്സിക്കുന്നതാണെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിലാണെന്ന് പറയുന്നുണ്ട്. ഇനി എനിക്കറിയില്ല കേട്ടോ ശരിയാണോ എന്ന്. എൻ്റെ പെരടി കയറാൻ ആരും വരണ്ട. അതായത് ഈ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് ഒരുപാട് എന്താ പറയണ്ടത് നാണക്കേടാണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്. എന്താ ഇവർ എന്തിനാണ് ഇങ്ങനെ എന്താ പറയുക, ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഇവർ ഭയങ്കര ആക്റ്റീവാണ്, ഒരു സമയത്ത് ഇവർ ഭയങ്കര അഭിനയിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. അതായത് അവർക്ക് രോഗമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ 24 മണിക്കൂറും കിടക്കണം എന്നൊന്നും പറയുന്നില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് പ്രഹസനങ്ങൾ കുറക്കുക, അതാണ് വേണ്ടത്. അതായത് നിങ്ങൾ ഒരു രോഗിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് റെസ്റ്റ് വേണം, അല്ലാതെ നിങ്ങൾ ഇതുപോലെ ചെയ്യരുത്. ഇതൊക്കെ പറഞ്ഞു തന്നതാണ് ആദ്യം തന്നെ കുറേ പ്രാവശ്യം. പക്ഷെ നിങ്ങൾ കേൾക്കാൻ തയ്യാറല്ല. നിങ്ങൾ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയുടെ ആ റീച്ചിന് വേണ്ടിയിട്ട് പലതും ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്നു എന്ന് പറഞ്ഞ കുറേ എണ്ണം അവരെന്താണ് ശരിക്കും ചെയ്യുന്നത്. അതായത് നിങ്ങൾ എന്ത് ഒരു സപ്പോർട്ട് എന്താണ്? ഇപ്പൊ രേണുസുധി നല്ല അടിപൊളിയാണ്, ഇങ്ങനെ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ടായോ? അത് അവർക്ക് കിട്ടാനുള്ള ഒരു കുറുക്ക് വഴി മാത്രമാണ്. അവർക്ക് എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് റീച്ച് കിട്ടാൻ വേണ്ടിയുള്ള ഒരു കുറുക്ക് വഴി. ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോഴും രേണുസുധിയെ നല്ല രീതിയിൽ വിമർശിച്ചിട്ടുമുണ്ട്, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. 2 തോണിയിൽ കാല് വെക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. നല്ലത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നല്ലത് എന്ന് തന്നെ പറയും. ഇവർക്ക് ആദ്യം രോഗം വന്നപ്പോഴേ ഞാൻ പറഞ്ഞല്ലോ, ഇനി ആരും അവരൊന്നും പറയരുത്. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ പ്രഹസനങ്ങൾ കാണുമ്പോൾ ഇന്നലെ ഇപ്പോഴും പറയും, എൻ്റെ മകനെ തട്ടിയെടുക്കാൻ വന്നിട്ടുണ്ട്, ആരോടോ തട്ടിയെടുക്കേണ്ടത്, അതെങ്ങനെയാണ് തട്ടിയെടുക്കാൻ പറ്റുക? അതായത് ഇവിടെ എന്താ നിയമവും കാര്യങ്ങളൊന്നും ഇല്ലേ? ഒരു ചെറുക്കൻ ഇപ്പം അതിൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് കരുതിയിട്ട് അങ്ങനെ അങ്ങ് പിടിച്ചു കൊണ്ടുപോകാനായിരിക്കും കഴിയോടോ? ഇവിടെ മാതാപിതാക്കൾക്ക് മാത്രമാണ് കുഞ്ഞുങ്ങളിലെ അധികാരം. അല്ലാതെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ഇഷ്ടം പോലെ പോകും. നാളെ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ രേണുസുധിയുടെ അച്ഛനും അമ്മയും ഇനിയിപ്പോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറുക്കൻ പറയാം, എനിക്ക് ഇവരുടെ കൂടെ നിൽക്കണ്ട, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുക്കനെ ചിലപ്പോൾ അച്ഛൻ്റെ വീട്ടുകാരുടെ കൂടെ വിടും. അതിവിടെ പണ്ടേ നടക്കുന്ന സംഭവമാണ്. അല്ലാതെ രേണു പറഞ്ഞു എന്ന് കരുതിയിട്ട് ഇവിടെ ഒന്നും സ്പെഷ്യലായിട്ട് നടക്കാനൊന്നും പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ പൊന്നു രേണു, നിങ്ങൾ ഇങ്ങനെ പ്രഹസനം കാണിക്കരുത്. ഏതായാലും ഒരു സ്ത്രീ സംസാരിക്കുന്നത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. അവരും ഈ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തിയാണ്. അവരുടെ സംസാരം ഒന്ന് കേട്ട് കഴിഞ്ഞാൽ, അതായത് ഒരുപാട് വിഷമത്തോട് കൂടിയിട്ടാണ് അവർ സംസാരിക്കുന്നത്. നോക്കിയിട്ട് വരാമെന്ന്. ഹലോ ഹലോ അപ്പൊ എനിക്ക് നവംബർ മുതൽ 2025 നവംബറിലാണ് സെപ്റ്റംബർ ഓണം കഴിഞ്ഞിട്ടാണ് എന്റെ അസുഖം അറിയുന്നത് എനിക്ക്. അപ്പൊ ഞാന് ആദ്യം പോയിട്ട് ബ്രസ്റ്റിൽ തന്നെ എനിക്കിങ്ങനെ ചെറിയ തടുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഞാനത് വേദനയൊന്നും ഇല്ലാത്തോണ്ട് ഞാൻ അധികം അത് മൈൻഡ് ചെയ്തില്ല. പിന്നെ എനിക്ക് പെട്ടെന്നൊരു ദിവസം നല്ല സഹിക്കാൻ പറ്റാത്ത വേദന വന്നപ്പോ 2-3 ദിവസമൊക്കെ ഞാൻ വെയിറ്റ് ചെയ്ത് നോക്കി, കുറയുമെന്ന് വിചാരിച്ചത് നോക്കിയിട്ടും കുറയുന്നില്ല, കൂടുന്നതേ ഉള്ളൂ. പിന്നെ കുഞ്ഞു തടുപ്പുകളൊക്കെ പിന്നെ അടുത്തടുത്തായിട്ട് വേറെയും കണ്ടു തുടങ്ങി. അങ്ങനെ ഡൗട്ട് വന്ന് ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോ എത്രയും വേഗം സർജനെ കാണിക്കാൻ ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞു. നമ്മൾ സിറ്റിയിലെ തന്നെ ഒരു ഡോക്ടർ റൂമിലാണ് പോയി കാണിച്ചത്. അപ്പൊ പുള്ളിക്കാരനും പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് ഇത്തിരി പ്രശ്നമുള്ള ട്യൂമർ ആണ്,
നമുക്ക് എന്തായാലും വേഗം ടെസ്റ്റുകളെല്ലാം ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം ഒരു സ്കാനിങ്ങും ചെയ്തു, പിന്നെ ഒരു ചെറിയൊരു ബയോപ്സിയും ചെയ്തു. അതില് എന്താണെന്ന് വ്യക്തമല്ല. ഒന്നിൽ കൂടുതൽ ട്യൂമറുകൾ ഉണ്ടായിരുന്നു. അപ്പൊ വലിയൊരു ബയോപ്സിക്ക് എഴുതി, അത് FNACക്ക് എഴുതി. അത് പുറത്ത് ചെയ്യണമെങ്കിൽ 10,000 രൂപയ്ക്ക് മേലെ ആവുമെന്ന് പറഞ്ഞു. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു അതിനുള്ള നിവൃത്തിയൊന്നും ഇപ്പൊ ഇല്ല ഡോക്ടറെ, ഏതെങ്കിലും ഗവൺമെന്റിലത്തേക്ക് മെഡിക്കൽ കോളേജിലോ അങ്ങനെയാണ് എവിടത്തേക്കെങ്കിലും തരാൻ പറഞ്ഞു. അപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലിലത്തേക്ക്, അത് മെഡിക്കൽ കോളേജിലത്തേക്ക് എനിക്ക് തന്നു സർജനെ കാണിക്കാൻ വേണ്ടി, അവിടെ ബയോപ്സി ചെയ്യാൻ വേണ്ടി. അങ്ങനെ അവിടുന്ന് ബയോപ്സിക്ക് എടുത്തിട്ട് പുറത്ത് ലാബിൽ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി പുറത്തെ ലാബിലാണ് കൊടുത്തത്. അവിടെ കൊടുത്ത ഒരാഴ്ച ആയപ്പോഴത്തേക്കും റിസൾട്ട് വന്നു. റിസൾട്ട് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇതാണ് എന്നെനിക്ക് മനസ്സിലായി. അങ്ങനെ അവിടെ 2 മാസം മെഡിക്കൽ കോളേജിൽ എല്ലാ ടെസ്റ്റുകൾക്കും വേണ്ടി എക്കോ, പിന്നെ കുറെ ബ്ലഡ് ടെസ്റ്റ്, സ്കാനിങ്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെല്ലാം കൂടി ഞാൻ ഒരു 1.5 മാസം ഞാൻ ഇങ്ങനെ മെഡിക്കൽ കോളേജ് കയറി ഇറങ്ങി. എന്നിട്ട് ഈ അസുഖം ഇതാണെന്ന് അറിഞ്ഞിട്ടും അവര് സർജറിക്കൊന്നും പെട്ടെന്നൊന്നും ഡേറ്റ് തരുന്നില്ല. കാരണം എനിക്ക് വേറെ അങ്ങോട്ടും സ്പ്രെഡ് ഒന്നും ആയിട്ടില്ലായിരുന്നു. ഈ നെഞ്ചിന്റെ ഭാഗത്തും കൈക്കുഴിയിലൊക്കെ മാത്രമേ ആയിട്ടുള്ളായിരുന്നു. അങ്ങനെ പിന്നെ എന്റെ വാപ്പാട് അനുജന്റെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്കും അവര് പറഞ്ഞു നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെയ്യാം, ഇനി അവിടെ വെയിറ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വെഞ്ഞാറമ്മൂട് ഗോകുലത്തിലാണ് സർജറി ചെയ്തത്. അവിടെ സർജറി ചെയ്തിട്ട് പിന്നെ കീമോക്ക് പിന്നെ അവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ 50,000 രൂപ ആവുമെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ നമുക്ക് അവിടെ കീമോ ചെയ്യാൻ അത്ര ഒരു കീമോ 8 കീമോയാണ് എനിക്ക് പറഞ്ഞിരുന്നത്. അപ്പൊ എന്നെ കൊണ്ട് പറ്റത്തില്ല, നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ഒരു കീമോ 50,000 രൂപ കൊടുത്ത് 8 കീമോ ചെയ്യാൻ വേണ്ടിയൊന്നും നമുക്ക് പറ്റത്തില്ല. അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ മെഡിക്കൽ കോളേജിലത്തേക്ക് വാങ്ങി. അവിടെ എനിക്ക് കീമോക്ക് പൈസയൊന്നും ആയില്ല. പിന്നെ അവിടെ ഇല്ലാത്ത 1-2 മെഡിസിൻ നമ്മൾ പുറത്തുനിന്ന് എടുക്കണം. കീമോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന മെഡിസിൻ അങ്ങനെ 2 ലക്ഷം രൂപ എക്സ്പെൻസ് ഉണ്ടോ? 2 ലക്ഷം ഒന്നും ഇല്ല, 2 ലക്ഷം ഒന്നും ഇല്ല. നമുക്ക് ഫസ്റ്റ് എനിക്ക് കീമോക്ക് പോയപ്പോഴത്തേക്ക് എല്ലാം നമുക്ക് അവിടെ നിന്ന് തന്നെയാണ് തരുന്നത്. പുറത്തുനിന്ന് നമ്മളൊന്നും എടുക്കണ്ട. അവിടെ ഇല്ലാതെ വരുന്നത് 1-2 മരുന്നുകൾ മാത്രം. അതിന് 2 ലക്ഷം രൂപ അടുപ്പിച്ച് എമൗണ്ട് വരുന്നുണ്ടോ മരുന്നിന്? ഇല്ല, എനിക്ക് ഫസ്റ്റ് പോയപ്പോഴത്തേക്ക് 2 ഐറ്റം മരുന്നില്ലായിരുന്നു. അത് പുറത്തുനിന്ന് എടുത്തപ്പോ 500 രൂപയായി. ഫസ്റ്റ് കീമോക്ക് പോയി എടുത്തപ്പോ. രണ്ടാമത് പോയി എടുത്തപ്പോഴത്തേക്കും 500 രൂപ. മൂന്നാമത്തെ കീമോക്ക് പോയപ്പോഴത്തേക്ക് 3000 സംതിങ്. ഈ കീമോളെല്ലാം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തന്നെ മെഡിക്കൽ കോളേജിൽ തന്നെ ചെയ്തല്ലേ? മെഡിക്കൽ കോളേജിൽ തന്നെയാണ് ചെയ്തത്. അവിടെ ചെയ്തപ്പോഴത്തേക്കും പിന്നെ 3000 രൂപ. മൂന്നാമത്തെ കീമോക്ക് എനിക്ക് 3000 രൂപ. അങ്ങനെയൊക്കെ ചോദിച്ചപ്പോ പറഞ്ഞ് അത് മരുന്ന് ഇവിടെ ഇല്ലാത്തതാണ്, മാസം ലാസ്റ്റ് ആകുമ്പോൾ എല്ലാ മരുന്നും കാണത്തില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ. അത് എനിക്ക് അത്രയും രൂപ ആയതെന്ന് പറഞ്ഞാല് എനിക്ക് ഹെൽത്ത് കാർഡ് ഇല്ല, ഇൻഷുറൻസ് കാർഡ് ഒന്നുമില്ല. അതുകൊണ്ടാണ് എനിക്ക് അത്രയും പൈസ ആയത്. ഇൻഷുറൻസ് കാർഡ് പൈസ ഒന്നും ആവത്തില്ല. പിന്നെ പുറത്ത് എന്തെങ്കിലും ടെസ്റ്റിന് എഴുതണമെങ്കിൽ മാത്രം, അതായത് ബ്ലഡ് ടെസ്റ്റ്, പിന്നെ നമ്മൾക്ക് കീമോ ചെയ്യുന്നതിന് തലേ ദിവസം കൗണ്ട് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്യണം. അതിന് നമുക്ക് പുറത്ത് ചെയ്യുന്നതിന് 250 രൂപ ആവും. എല്ലാവരും 5000 രൂപയ്ക്ക് അകത്തുള്ളതേ ഉള്ളൂ ഒരു തവണ ചെയ്യുമ്പോഴത്തേക്ക്. ഒരു തവണ. അത് അവിടെ ഹോസ്പിറ്റലിൽ മരുന്നില്ല എങ്കിൽ മാത്രം. പിന്നെ മാത്രം നമുക്ക് പിന്നെ കാർഡ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഒരു റേഡിയേഷന് 5000 രൂപയാണ്. അപ്പം എനിക്ക് 15 റേഡിയേഷനാണ് പറഞ്ഞിരിക്കുന്നത്. 75,000 രൂപ അതിനാവും. മുന്നേ അടയ്ക്കണം, റേഡിയേഷന് മുന്നേ നമ്മൾ അടയ്ക്കണം. പക്ഷെ കീമോ ഇത്രയും പൈസ ആവില്ല. ഹെൽത്ത് ഈ കീമോ ചെയ്തോണ്ടിരിക്കുമ്പോൾ എങ്ങനെയായിരുന്നു മാനസികാവസ്ഥയൊക്കെ? കീമോ ചെയ്തോണ്ടിരിക്കുമ്പോഴുള്ള മാനസികാവസ്ഥ അത് കണ്ടോണ്ട് നിൽക്കുന്നവർക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. ഞാൻ ഫസ്റ്റ് കീമോ കഴിഞ്ഞ് വീട്ടിൽ വന്ന് എനിക്ക് അന്ന് വലിയ പ്രശ്നമില്ലായിരുന്നു, നോർമൽ ആയിരുന്നു. ഭക്ഷണമൊക്കെ കഴിക്കും. പിന്നെ 1-2 തവണ ഛർദ്ദിച്ചൊന്നല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പിറ്റേന്ന് ഉച്ച കഴിഞ്ഞപ്പോ എനിക്ക് എഴുന്നേറ്റിരിക്കാൻ വയ്യ, ബോഡി പെയിനും പിന്നെ ഛർദില്, തലയാണെങ്കിൽ ഭയങ്കരമായ സഹിക്കാൻ പറ്റാത്ത വേദന തലയ്ക്ക്. തലയിൽ തുടങ്ങിയേ പറ്റുന്നില്ലായിരുന്നു. പിന്നെ നമ്മുടെ കൈയുടെ വിരല്, കാലിന്റെ വിരല്, കാൽപാദം, ഇതൊന്നും നമുക്ക് ബെഡിന്ന് താഴോട്ട് കാല് ചവിട്ടി ഇറങ്ങാൻ പറ്റത്തില്ല. അത്ര വേദനയാണ് നമുക്ക് ശരീരത്തിലുണ്ടാകുന്ന വേദന. ഒരാളുടെ സഹായം ഇല്ലാതെ ബാത്റൂമിൽ പോലും നമുക്ക് പോവാൻ പറ്റത്തില്ല. ഒരാൾ ബാത്റൂമിൽ എപ്പോഴും അടുത്ത് വേണം. നമ്മൾ ടോയ്ലറ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ അടുത്തൊരാൾ വേണം. കാരണം എപ്പോഴാണ് പിന്നെ നമ്മൾ വീഴുന്നതെന്ന് അറിയാൻ പറ്റില്ല. ആ തരത്തിലാണ്. പിന്നെ നമുക്ക് വീടിനോട് ഒരു താല്പര്യം കാണൂല. വീടിനോടായാലും നമുക്ക് ആരെയും കാണുന്ന
പോലും ഇഷ്ടമല്ല. കാരണം നമുക്ക് അപ്പോഴൊക്കെ വൊമിറ്റിങ്ങിനുള്ള ഇതാണ് തോന്നുന്നത്. ബുദ്ധിമുട്ടാണ് ഭയങ്കര. പിന്നെ എനിക്ക് കീമോ കഴിഞ്ഞ് ഫസ്റ്റ് കീമോ കഴിഞ്ഞ് 14ാമത്തെ ദിവസമായപ്പോ മുടി ഇങ്ങനെ ഊരി വരാൻ തുടങ്ങി. അപ്പം ഇങ്ങനെ മുടി ഊരി വരുന്ന കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഇങ്ങനെ മുടി തലയൊട്ടിന്ന് ഇങ്ങനെ പറഞ്ഞു പോരും, നമ്മൾ തൊടുമ്പോഴും ചീകുമ്പോഴും ഒക്കെ കിടക്കുന്ന സ്ഥലത്തും ഒക്കെ ഇങ്ങനെ മുടി ഇങ്ങനെ വീണോണ്ടിരിക്കും. അങ്ങനെ അപ്പൊ എന്റെ അടുത്ത് മുന്നേ ഇത് ഇങ്ങനെ ഈ അസുഖം വന്നിട്ട് ട്രീറ്റ്മെന്റ് എടുത്തിട്ടുള്ളവർ എന്റെ അടുത്ത് മുന്നേ പറഞ്ഞായിരുന്നു, അങ്ങനെ മുടി കൊഴിഞ്ഞു തുടങ്ങുമ്പോ മൊത്തം അങ്ങ് എടുത്ത് കളയാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് കീമോ കഴിഞ്ഞ് 14 ദിവസമായപ്പോ ഞാൻ മുടി ഫുള്ള് എടുത്ത് കളഞ്ഞത്. അപ്പൊ നമുക്ക് ഈ മുടി ഇങ്ങനെ കൊഴിഞ്ഞു വരുന്നപ്പോ നമുക്ക് ടെൻഷൻ കൂടും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞ് നമുക്കത് ഫുൾ എടുത്ത് കളയാന്ന്. അങ്ങനെ ഫുൾ എടുത്ത് കളഞ്ഞു. പിന്നെ ഒരു 2ാമത്തെ കീമോ ആയപ്പോ മുതൽ എന്റെ കൺപീലിയും കണ്ണിന്റെ പുരികവും ഒക്കെ പോകാൻ തുടങ്ങി. പോലെയാണ് നമുക്ക് ഈ മുടി കൊഴിയുമ്പോഴും കൺപീലിയൊക്കെ പോകുമ്പോഴും നമുക്ക് നല്ല പെയിൻ ഉണ്ടാവും. പുരികത്തും കണ്ണിലും. കണ്ണൊക്കെ നല്ല നീറ്റലാണ്. കണ്ണ് അടച്ചു കഴിഞ്ഞാൽ തുറക്കാൻ പറ്റൂല, തുറന്നു കഴിഞ്ഞാൽ അടയ്ക്കാൻ പറ്റൂല. അങ്ങനെ ഒരു അവസ്ഥയാണ്. പിന്നെ ശ്വാസം മുട്ട്, നമുക്ക് നടക്കാനോ ഒന്നിനും പറ്റത്തില്ല. നമുക്ക് 2 ചുവട് വെക്കുമ്പോ തന്നെ നമുക്ക് ശ്വാസം മുട്ടുണ്ടാവും. ഒരാളെ ചാരി വേണം നടക്കാൻ. പിന്നെ അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ ഡോക്ടർ കീമോ തുടങ്ങുന്നതിന് മുന്നേ നമ്മളടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരും. ഫുഡിന്റെ രീതി, പുറത്തുനിന്നുള്ള ഫുഡ്, ഫാസ്റ്റ് ഫുഡ് കഴിക്കാൻ പാടില്ല. പിന്നെ നമ്മളെ മധുരപാനീയങ്ങളിൽ ബോട്ടിൽ വരുന്ന പുറത്തുനിന്നുള്ള വെള്ളങ്ങളുണ്ടല്ലോ നമ്മൾ കുടിക്കുന്നത്, അതൊന്നും കഴിക്കാൻ, മിനറൽ വാട്ടർ കുടിക്കാം, പക്ഷേ മധുരപാനീയങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. മറ്റാൾക്കാരുമായിട്ട് ഇടപഴകുന്നതൊക്കെ അതിന് വല്ല നിയന്ത്രണം ഉണ്ടായിരുന്നു? അതൊന്നും പുറത്ത് പോവാനേ പാടില്ല എന്നാണ് നമ്മളടുത്ത് പറഞ്ഞുകൊടുക്കുന്നത്. കീമോ കഴിഞ്ഞ ഉടൻ നേരെ നമ്മൾ വീട്ടിൽ തന്നെ പോകണമെന്നാണ് പറയുന്നത്. വേറെ ഫാമിലി ആൾക്കാരൊക്കെ വീട്ടിലോട്ട് വരുന്നതിന് അതിന് നിയന്ത്രണം ഉണ്ടായിരുന്നു? അതിന് നിയന്ത്രണം ഉണ്ടായിരുന്നു. പുറത്തുനിന്ന് ആരും വരാൻ പറ്റത്തില്ല. എപ്പോഴും വീട്ടിൽ നിന്നാൽ പോലും മാസ്ക് ധരിക്കാതെ നിൽക്കരുത് എന്നാണ് പറയുന്നത്. എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല വെയിറ്റ് ഒക്കെ ഉള്ള ആളായിരുന്നു, നല്ല പ്രതിരോധ ശേഷിയുള്ള ആളായിരുന്നു. എനിക്ക് എന്റെ വീട്ടിൽ എല്ലാവർക്കും ലോക്ക്ഡൌൺ സമയത്ത് കൊറോണ വന്നു. എന്റെ ഹസ്ബൻഡ് അന്ന് ആ സമയത്തൊക്കെ കന്യാകുമാരി, തൂത്തുക്കുടി അവിടെയൊക്കെ പോയി മീൻ എടുക്കുന്ന ആളായിരുന്നേ. അപ്പൊ അങ്ങനെ പോയപ്പോഴത്തേക്ക് എന്റെ ഹസ്ബൻഡിന് കൊറോണ വന്നു. അപ്പൊ എന്റെ വീട്ടില് എന്റെ മക്കൾക്കും വന്നായിരുന്നു. പക്ഷെ എനിക്ക് മാത്രം അതൊന്നും, എനിക്ക് ഒരു അസുഖം, എനിക്ക് ആകെ ഉള്ള അസുഖം എന്ന് പറഞ്ഞാൽ മൈഗ്രെയിന്റെ തലവേദന. അത് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. വേറെ ഒരു അസുഖം എനിക്ക് വരത്തേ ഇല്ലായിരുന്നു. അത്രയും പ്രതിരോധ ശേഷിയും 60 കിലോ വെയിറ്റും ഉള്ള ഞാനാണ് ഫസ്റ്റ് കീമോ കഴിഞ്ഞപ്പോ തന്നെ ഞാൻ തളർന്നു പോയത്. പിന്നെ എന്റെ കൈ കാലൊക്കെ ഫുള്ള് കറുത്തു, നന്നായിട്ട് കറുത്തു, നഖമൊക്കെ കറുത്തു. നമുക്ക് പുറത്തിറങ്ങാൻ തോന്നത്തില്ല. നമ്മളെ ആരെങ്കിലും കാണാൻ വന്നാൽ പോലും നമുക്ക് അവരുടെ മുന്നിൽ ഇറങ്ങി നിൽക്കാൻ ഒരു ബുദ്ധിമുട്ടാണ്. കാരണം പെട്ടെന്ന് നമ്മൾ ആ രൂപം കാണുമ്പോഴേ. പിന്നെ കീമോ ചെയ്തിട്ട് എന്റെ ആദ്യം എനിക്ക് വലത് സൈഡായിരുന്നു സർജറി കഴിഞ്ഞത്. അപ്പൊ എനിക്ക് പിന്നെ വലത് കയ്യിൽ കീമോ ഇടാനോ ബ്ലഡ് എടുക്കാനോ ഒന്നിനും പറ്റത്തില്ല. അപ്പൊ ഇടത് കൈയിലാണ് എനിക്ക് കീമോ ഉള്ളത്. അപ്പൊ ഒരു 3ാമത്തെ കീമോ ആയപ്പോഴത്തേക്കും പിന്നെ കീമോയുടെ മരുന്ന് ലീക്കായി ആ കൈ ഫുള്ള് പഴുത്ത്, ആ കൈ ഒന്നിനും പറ്റാത്തൊരവസ്ഥയായത്. ആ കൈ ചലിപ്പിക്കാനേ പറ്റൂലായിരുന്നു. പിന്നെ ഉള്ള 4 കീമോ എനിക്ക് 2 കാലില് മാറി മാറിയാണ് ഇട്ടത്. അതും ഈ ലാസ്റ്റ് കീമോ ആയപ്പോഴത്തേക്കും എന്റെ കാലില് മരുന്ന് ലീക്കായി, അത് കാല് പഴുത്ത്. പിന്നെ 2 ആഴ്ച ഡോക്ടറെ നിങ്ങൾക്ക് നിങ്ങളോട് പറയുമ്പോഴത്തേക്കിന് ഈ പറഞ്ഞ മൊബൈൽ ഉപയോഗമോ അല്ല അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നിയന്ത്രണം ഉണ്ടോ അതിന്? മൊബൈലൊന്നും അധികം ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞു. മൊബൈൽ ഉപയോഗിക്കരുത്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ അസുഖം വരുമ്പോഴത്തേക്കും നമുക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങുമ്പോഴേ നമ്മുടെ ഉറക്കം പോകും. ട്രീറ്റ്മെന്റ് തുടങ്ങുമ്പോഴെന്നല്ല നമ്മളടുത്ത് ഡോക്ടർ പറയുന്നത് നിങ്ങൾക്ക് ഇതാണ്, ക്യാൻസർ ആണ് എന്ന് പറയുമ്പോ തന്നെ നമ്മുടെ സമനില തന്നെ തെറ്റും. ഞാൻ അത് അറിഞ്ഞ സമയത്ത് ഞാൻ അനുഭവിക്കാൻ ഒന്നുമില്ല എന്റെ മാനസികാവസ്ഥ. മക്കളുള്ളത് കൊണ്ട് തന്നെ, 2 കൊച്ചു മക്കളാണ്. അപ്പൊ മക്കളുള്ളത് കൊണ്ട് തന്നെ അവരുടെ കാര്യങ്ങളോ ചിന്തിച്ചിട്ടും, പിന്നെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി, ഇതിന് വേണ്ടുന്ന ചികിത്സയുടെ, അപ്പൊ നമുക്ക് പറഞ്ഞുള്ള അറിവെന്ന് പറഞ്ഞാൽ പലയിടത്തും കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഭയങ്കര എമൗണ്ട് ആണ് വരുന്നതെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ചികിത്സാ കാർഡ് ഒക്കെ ഉണ്ടെങ്കിൽ RCCയിൽ അല്ലാതെ തന്നെ കാരുണ്യം അതൊന്നും ഇല്ലെന്നൊക്കെ RCCയിൽ പോലും പിന്നെ ഭയങ്കര പൈസ എന്ന് പറയുന്നിടത്ത് RCCയിൽ പോലും ചികിത്സാ സഹായങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ നിന്ന് അങ്ങനെ പല ഫണ്ടുകളും നമുക്ക് കിട്ടുന്നുണ്ട് ചികിത്സാ സഹായം. അതായത് നമുക്കിപ്പം ഒരു സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് നിൽക്കുന്നവർക്കാണെങ്കിലും ഇതുതരത്തിലുള്ള രോഗം വരുവാണെങ്കിലും അവർക്ക് വരുന്ന ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങൾ ഉണ്ടല്ലേ?
എന്നുവെച്ചാൽ ഈ വലിയ പണക്കാർ പോലും മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെന്റിന് വരുന്നതെന്ന് പറഞ്ഞാൽ പൈസ ആവാത്തത് കൊണ്ടാണ് വരുന്നത്. അല്ല, ഞാൻ ഈ പുള്ളിക്കാരുടെ ഈ രേണുസുതിയുടെ ഇതിനകത്ത് ഞാൻ കണ്ടായിരുന്നേ, ഒരു കീമോയ്ക്ക് മുമ്പ് എടുക്കുന്ന മരുന്നിന് 2 ലക്ഷം രൂപ ചെലവുണ്ടെന്ന്. ഓരോ കീമോയ്ക്കും 2 ലക്ഷം രൂപ ചെലവുണ്ടെന്ന്. കീമോ ചെയ്യുന്നതിന് 50,000 രൂപയാണ് പറഞ്ഞത് ഗോകുലത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പറഞ്ഞപ്പോ. ഗോകുലം വെഞ്ഞാറമ്മൂടുള്ള മെഡിക്കൽ കോളേജിലേക്ക് പോയത്. മെഡിക്കൽ കോളേജിൽ നിന്ന് കീമോ ചെയ്തപ്പോ ഒരു പ്രാവശ്യം 500, ഒരു പ്രാവശ്യം 5000, 1500 ഇങ്ങനെ. പിന്നെ ഇതിന് ആവണ പൈസ മെയിൻ ആയിട്ട് ആവണം എന്ന് പറഞ്ഞാൽ ടെസ്റ്റുകൾ, അതെല്ലാം പുറത്ത് ചെയ്യണം. ബോൺ ടെസ്റ്റ്, എല്ല് ടെസ്റ്റ് 5500. പിന്നെ ഇത് വേറൊരു 13,000 രൂപ അവസാനം ടെസ്റ്റ് ചെയ്തു. ചിലപ്പോൾ നെഞ്ചിന്റെ ഭാഗത്ത് ശ്വാസകോശത്തിൽ എന്തോ ഒരു ചെറിയൊരു സംശയം വന്ന് അങ്ങനെ ഒരു ടെസ്റ്റ് ചെയ്തു. അത് 13,000 രൂപയായി ടെസ്റ്റ് ചെയ്തു. അങ്ങനെയുള്ള ടെസ്റ്റ് ചെയ്തു. അതൊക്കെയാണ് ഈ വിദ്യയാവണം. പിന്നെ റേഡിയേഷന് പൈസ, ഇതെല്ലാം വേറെ വലിയ ഓവർ പൈസ ആവൂല. പിന്നെ ഇവര് കീമോ കഴിഞ്ഞ് വന്നാൽ പിന്നെ കണ്ടുകൊണ്ടിരിക്കാൻ നമുക്ക് സഹിക്കാം. ഒരു അവസാനം ഈർക്കിൽ പോലെ ആയി, ഛർദിലോ ആഹാരം കഴിപ്പില്ല. അവസാനം ചുരുണ്ട് മടങ്ങി അട്ട ചുരുണ്ട് കിടക്കുമ്പോഴാണ് കിടക്കണം. അവിടുന്ന് കീമോ കഴിഞ്ഞ് വണ്ടി കയറുമ്പോ തന്നെ ഛർദിലാണ്. വഴിയിലെ 2-3 സ്ഥലത്ത് നിർത്തി ഛർദിച്ചാണ് പറയുന്നത്. പിന്നെ വീട്ടിൽ മീൻ കറിയോ ചോറോ ഒന്നും വിൽക്കാക്കൂല. ഇത് സ്മെല്ലടിച്ച ഛർദിലോടെ. ഇപ്പൊ എല്ലാം ഓക്കെ ആയില്ലേ ഉച്ചക്ക്? എനിക്ക് ഇനി റേഡിയേഷനും കൂടി ഉണ്ട്, 15 റേഡിയേഷൻ ഉണ്ട്. അപ്പൊ എനിക്ക് അതിന് മുന്നേ ഹോർമോൺ ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഇപ്പൊ ഞാൻ 2 ആഴ്ച കൊണ്ട് ഹോർമോൺ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് എന്നെ മെഡിക്കൽ കോളേജിൽ നിന്ന് വിളിച്ചായിരുന്നു പിന്നെ റേഡിയേഷന് ചെല്ലാൻ വേണ്ടി. അടുത്ത ആഴ്ച തൊട്ട് റേഡിയേഷൻ തുടങ്ങും എനിക്ക്. അവര് പറയുന്ന കാരണം മിക്കുള്ളവരും അവിടെ മെഡിക്കൽ കോളേജിൽ, പിന്നെ മെഡിക്കൽ കോളേജ് ഓങ്കോളജിയിൽ കൂടുതലും മുതിർന്നവരെ മാത്രമേ അവിടെ എടുക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം കുട്ടികളെയൊക്കെ ആശുപത്രിയിലോട്ടാണ് വിടുന്നത്. അപ്പൊ മെഡിക്കൽ കോളേജിൽ പ്രായം കുറഞ്ഞത് ഞാനാണ്. മെഡിക്കൽ കോളേജ് ഓങ്കോളജിയിൽ ഈ കീമോ ചെയ്യാൻ വേണ്ടി വരുന്നതിൽ പ്രായം ഏറ്റവും കുറവ് ഞാനാണ്. അപ്പൊ ഞാൻ എല്ലാവരോടും ചോദിക്കും, ഓരോന്നിനും എത്ര എമൗണ്ട് ആയി, എങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പോ അവരെനിക്ക് എല്ലാം പറഞ്ഞുതരും. അപ്പോഴത്തേക്കാണ് എന്റെ ടെൻഷൻ മാറുന്നത്. നമ്മൾ വെച്ചത് ഫസ്റ്റ് കീമോക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എത്ര രൂപ ആവും എന്നൊക്കെയുള്ള നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു നമുക്ക്. പക്ഷെ അന്ന് നമുക്ക് 500 രൂപ ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ കീമോക്കൊന്നും ഞങ്ങൾക്ക് 5000 രൂപയ്ക്ക് മേലെ പോയിട്ടില്ല. 5000 രൂപയ്ക്ക് ഉള്ളിലേ ആയിട്ടുള്ളൂ കീമോയുടെ മെഡിസിന്. അന്ന് തന്നെയായിരുന്നു എനിക്ക് CT സ്കാനും പെറ്റ് സ്കാനും ഒക്കെ ചെയ്തത്. അത് എനിക്ക് CTക്ക് 5000 രൂപ, പെറ്റ് സ്കാനിന് 5500 രൂപ. അത് പുറത്തുനിന്ന് മരുന്ന് വരുത്തിച്ചാണ് ഈ പെറ്റ് സ്കാൻ ചെയ്യുന്ന. ഒരു ഇഞ്ചക്ഷൻ തന്നിട്ട് ആണ് പിന്നെ നമുക്ക് പെറ്റ് സ്കാൻ ചെയ്യുന്നത്. അത് പുറത്തുനിന്ന് വരുന്ന മരുന്നാണ്. അതിന് പോലും നമുക്ക് അത്രയും ആ മരുന്നിന് നമുക്ക് പൈസ ആയിട്ടില്ല. പ്രത്യേകിച്ച് ഈ യെല്ലോ കാർഡും കൂടെ ഉള്ളവർക്ക് എല്ലാം ഫ്രീ ആണ്. പിന്നെ നമുക്ക് എമർജൻസി ആയിട്ട് എന്തെങ്കിലും ടെസ്റ്റുകളുണ്ട്, നമുക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ അവർ എമർജൻസിന്ന് എഴുതി, മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാര് എമർജൻസി എന്ന് എഴുതി തരും. ഇപ്പൊ സ്കാനിങ് ആയാലും എക്സ്റേ ആയാലും എന്തായാലും ചിലപ്പോൾ ഡേറ്റ് ഇട്ട് തരും. മെഡിക്കൽ കോളേജിൽ സ്കാനിങ്ങിനും എക്സ്റേക്കും ഒക്കെ നമ്മളെ വെയിറ്റ് ലഭിക്കും കുറച്ച്. അപ്പൊ അങ്ങനെ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ആയതുകൊണ്ട് എമർജൻസി എഴുതി തന്നെ അപ്പൊ തന്നെ ചെയ്തു. അതൊക്കെ പൈസ ഒന്നും ആവൂല. 500 രൂപ കൂടുതലായിട്ടില്ല അതിന്റെ ടെസ്റ്റ് കിട്ടുന്നത്. അപ്പോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു ക്യാൻസർ വന്ന ഒരു രോഗി അവര് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു വലിയ ടെൻഷനാണ്. കാരണം വേറെ ഒന്നുമല്ല, അങ്ങനെയൊന്നും ഒരു മനുഷ്യന്മാർക്ക് പോലും ഈ അസുഖമൊന്നും കൊടുക്കല്ലേ ഭഗവാനെ എന്നാണ് നമുക്കെല്ലാം പിന്നെ അത് അവരുടെ പറയാനുള്ളത്. ലൈറ്റ് പോയി, അതുകൊണ്ടാട്ടെ. ഇത് അധികം ലൈറ്റ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ബാറ്ററി പോയി കളയും. അപ്പോൾ ഈ നിങ്ങൾ കേട്ടില്ലേ, അതായത് അവരൊരു ക്യാൻസർ രോഗിയായിട്ട് അവർക്ക് ചിലവ് വന്ന പൈസ, അതുപോലെ തന്നെ അവരുടെ ശരീരത്തിൻ്റെ അവസ്ഥ, അതായത് അവർക്ക് പ്രതിരോധശേഷിയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ നമുക്ക് ഒരുപാട് സംശയങ്ങളാണല്ലേ, ഇത് എന്തോരം നടക്കുന്നത് ഇവിടെ ഇതിന്, അതായത് ഇത് കാശടിച്ചു മാറ്റാൻ ഒരു ലോബി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. അതായത് എന്താ ഇവിടെ നടക്കുന്നത്? ഈ സ്ത്രീ അനുഭവിച്ചതാണ് അവർ പറയുന്നത്. ഇതൊന്നും അല്ല, ഇതൊന്നും നമ്മൾ ആ സ്ത്രീയിൽ കാണുന്നില്ലല്ലോ. അല്ലെങ്കിൽ അവരങ്ങനെ അവരുടെ പ്രഹസനങ്ങൾ, അതായത് അവർ ഇത് ഒരു പരസ്യമാക്കിയിട്ട് എടുത്തിരിക്കുവാണ്. ആദ്യം അവർ പറഞ്ഞു ഞാൻ മുടി കട്ട് ചെയ്യുന്നു എന്ന്, എന്നിട്ടും അവരെ മുടിക്കൊന്നും സംഭവിക്കാത്തതുകൊണ്ട് അവർ പറഞ്ഞു ഋതപ്പന് വേണ്ടി ഞാൻ മുടി വെക്കുന്നു എന്ന്. അപ്പം അതിലൊരു കള്ളവുമില്ലേ?
അതായത് കീമോ ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ മുടി പോയിട്ടില്ലേ എന്ന് ആൾക്കാർ ചോദിക്കും. ചോദിച്ചു കഴിഞ്ഞാൽ അത് കള്ളങ്ങൾ പൊളിയുന്നതിന് മുമ്പേ ഇത് വെപ്പുകൂടിയാന്ന് പറയാൻ വേണ്ടിയിട്ടല്ലേ അത് വെച്ചിരിക്കുന്നത്. അല്ല, എനിക്കറിയില്ല, നിങ്ങൾ പറഞ്ഞോ. മനസ്സിലായില്ല, നിങ്ങൾക്ക് മനസ്സിലായില്ല. അതായത് ഇപ്പോഴും കീമോ ചെയ്യുന്നു എന്നല്ലേ പറഞ്ഞു, 2 ലക്ഷം രൂപയുടെ കീമോ എന്ന് പറഞ്ഞു. ഈ അവർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് ആശുപത്രിയിൽ വരെ 50,000 രൂപയുള്ളൂ. അപ്പൊ ഈ 2 ലക്ഷം രൂപയുടെ കീമോ ചെയ്യുമ്പോഴേ മുടി പോയിട്ടില്ലല്ലോ കൊച്ചേ എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം പറയണ്ടേ? അതുകൊണ്ട് എന്ത് ചെയ്തു, വെപ്പ് മുടി വെച്ചിട്ട് പറഞ്ഞു ഞാൻ ഋതപ്പിന് വേണ്ടിയിട്ട് വെപ്പ് മുടി വെച്ചു എന്ന്. എല്ലാം ഒരു ഇത് കണക്ട് ചെയ്ത് വരുമ്പോൾ ഇതെല്ലാം ഒരു കള്ളായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടാ. എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇതിന്റെ പുറകിൽ കള്ളങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ പൊന്നു രേണു, അതായത് എന്താ പറയാ, ഒന്നും പറയാനില്ല. മനസ്സിലായി? നന്ദി, നമസ്കാരം. ഏതായാലും ഒരാൾക്ക് പോലും ഈ അസുഖം വരാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന കേട്ടോ. ഒരാൾക്ക് പോലും വരാൻ പാടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം വിഷമത്തോടുകൂടി, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കണ്ട ക്യാൻസർ രോഗികളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെയധികം വിഷമത്തിലിരിക്കുന്നതാണ്. പക്ഷേ രേണുസുതി ആക്റ്റീവ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്ടർമാർ പോലും ഇത്രയും ആൾക്കാർ വരണം എന്ന് സജസ്റ്റ് ചെയ്യില്ല, ഒരാൾ പോലും ചെയ്യില്ല. പക്ഷേ രേണുസുധീൻ്റെ അടുക്ക വരുന്ന ജനങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ, അതായത് ജലദോഷം വന്നിട്ട് ആശുപത്രിയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഞാൻ രേണുവിൻ്റെ അടുത്ത് കയറി എന്ന് ഒരു സ്ത്രീ പറയുന്നുണ്ട്. ബിഗ് ബോസ് താരമാണ്, കൂട്ടത്തോടുകൂടി ബിഗ് ബോസ് താരങ്ങൾ വരുന്നു, ഫോട്ടോ എടുക്കുന്നു, ഇന്റർവ്യൂ ചെയ്യുന്നു. അപ്പൊ ഇതിന്റെയൊക്കെ പുറകിൽ നല്ല രീതിയിലുള്ള കാശ് അടിച്ചു മാറ്റേണ്ട ഒരു സംഭവം ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. നന്ദി, നമസ്കാരം. ബാക്കി നിങ്ങൾ പറഞ്ഞോ.